ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചക്കൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നതാണ്. കാരണം ഇതെന്താ വെച്ചാൽ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കൂടുതലും ആവശ്യം വന്ന സാധനങ്ങളും ഒട്ടും ആവശ്യം വരാത്ത സാധനങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗിൽ കരുതിയാൽ മതിയല്ലോ. അപ്പോൾ ഇത് എന്തായാലും കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയ ഒരു വീഡിയോ. അതാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പം എനിക്ക് CS ആയിരുന്നു, 5 days ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ആവശ്യം വന്നതും ആവശ്യം വരാത്തതുമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പക്ഷേ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവാനോ യൂസ്ഫുൾ ആവാനൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം വന്നതെന്നുള്ളത് പറയാം. അതിനുശേഷം നമ്മുടെ ചക്കക്കുട്ടന് എന്തൊക്കെയാണ് ആവശ്യം വന്നിട്ടുള്ളത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മെയിനായിട്ട് എന്തായാലും നമ്മൾ കയ്യിൽ വെക്കേണ്ട സംഭവമാണ് മെറ്റേണിറ്റി വിയർ. അതായത് നമ്മുടെ നൈറ്റി ഉണ്ടല്ലോ, ഒന്നല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി, അല്ലെങ്കിൽ സൈഡ് ഓപ്പൺ, അങ്ങനത്തെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നൈറ്റി. അതായത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് 4 പെയറാണ്, 4 നൈറ്റീസ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 5 ദിവസമാണ് സ്റ്റേ വന്നത്. അപ്പം അതുകൊണ്ട് എനിക്കത് കറക്റ്റായിരുന്നു കേട്ടോ. 4 നൈറ്റിയും കറക്റ്റായിരുന്നു. അപ്പം അതിപ്പോൾ ഇതില്ല, അതിന് തിരുമ്പാനൊക്കെ കൊടുത്തിട്ട് അത് പുറത്താണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ്, മെറ്റേണിറ്റി വിയർ ആണ്. ഒന്നില്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണോ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യുമായിരിക്കും നമുക്ക് ആ ഒരു ടൈമിൽ നല്ലത് കേട്ടോ. അപ്പം അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 4 പെയറാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 5 എണ്ണം കയ്യിൽ വയ്ക്കാം. ഈ 4 എണ്ണം എനിക്ക് യൂസ്ഫുൾ ആയിട്ടോ. ഫുൾ ദിവസവും ഞാനത്, അതായത് എനിക്ക് ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ടിട്ടാണ് എന്നോട് കുളിക്കാനായിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് ഡേ അല്ല, ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നോട് കുളിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ടിട്ട് എനിക്ക്, ഞാൻ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടും ഞാൻ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നൈറ്റി തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ബാക്കി 3 എണ്ണം യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 4 നൈറ്റിയും എനിക്ക് യൂസ്ഫുൾ ആയി. പിന്നെ നമ്മൾ കയ്യിൽ വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നഴ്സിംഗ് ബ്രാ നമുക്ക് കയ്യിൽ വെക്കാം. നഴ്സിംഗ് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നഴ്സിംഗ് ബ്രാ വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബ്രാ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എന്തായാലും നമ്മൾ മെയിനായിട്ടും കയ്യിൽ വെക്കേണ്ട സാധനങ്ങളാണ്. അത് ഇപ്പോൾ ബ്രായ ആണെങ്കിലും ഒരു 4 പെയർ എടുക്കുക. നമ്മുടെ എന്താ പറയുക, നഴ്സിംഗ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നൈറ്റീസ് ആണെങ്കിലും ഒരു 4 പെയർ എടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയി കേട്ടോ. പിന്നെ ഞാൻ ആദ്യം എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം വന്നതെന്നുള്ളത് പറയാം. അതിനുശേഷം എന്തൊക്കെയാണ് ഞാൻ ഒട്ടും നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ കൊണ്ടുപോയി യൂസ് ചെയ്യാത്തതെന്നുള്ളത് പറയാം കേട്ടോ. അപ്പം അത് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ നമുക്ക് യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ ചെരുപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് എന്തെങ്കിലും, ഇപ്പം മോന് NICUലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചപ്പൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ നടക്കാനൊക്കെ നമുക്ക് ചപ്പൽ യൂസ് ചെയ്യാം കേട്ടോ. കാരണം തണുപ്പ് തട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കാല് വേദനിക്കാൻ തുടങ്ങും. ഒന്നാമത് നല്ല പെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ചപ്പൽ എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കയ്യിൽ വെച്ചോളൂ. പിന്നെ എനിക്ക് മെയിനായിട്ട് യൂസ്ഫുൾ ആയത് ഈ ഒരു സംഭവം, നമ്മുടെ എന്താ പറയുക, മെറ്റേണിറ്റി പാഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒന്നുപോലും യൂസ് ചെയ്തില്ല എന്നാണ് പറയേണ്ടത് കേട്ടോ. കാരണം ഇത് എന്താ പറയുക, കുറച്ച് വലുപ്പം കൂടുതലാണ്. നമുക്ക് ഇത്രയും വലുപ്പം കൂടുതലുള്ളത് ആക്ച്വലി ആവശ്യമില്ല. നമ്മുടെ നോർമൽ നമ്മുടെ വിസ്പറിൻ്റെ ഒക്കെ പാഡ് ഉണ്ടല്ലോ, അത് മതി. ഇനി 1-2 എനിക്ക് എങ്ങനെ ഉണ്ടായിച്ചാൽ, എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് ഒരു 4 days വരെ അവർ തന്നെയാണ് എനിക്ക് പാൻറ്റീസൊക്കെ മാറ്റി തന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ സ്നഗി പോലത്തെ ഉണ്ടല്ലോ, നമ്മുടെ ബേബീസിൻ്റെ സ്നഗി പോലത്തെ ആയിരുന്നു എനിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം CS ആയതുകൊണ്ട്. അപ്പോൾ അതൊരു 3 ദിവസം എനിക്ക് അവർ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുക ചെയ്തത്. ഡെലിവറി കഴിഞ്ഞത് തൊട്ട് ഒരു 3 ദിവസം എനിക്ക് അവർ തന്നെ തരാ ചെയ്തത് കേട്ടോ. അവർ തന്നെ ചേഞ്ച് ചെയ്ത് തരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം മാത്രമാണ് നമുക്ക് അത് എന്താ പറയുക മാറ്റേണ്ടതായിട്ട് വന്നത്.
അപ്പോൾ ഇത് ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മെറ്റർണിറ്റി പാഡായിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നോർമൽ എന്താ പറയുക വിസ്പറിൻ്റെ അല്ല അങ്ങനത്തെ നമ്മൾ ഏതാണോ പീരീഡ്സിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അത് കുറച്ച് വലുത് എടുത്താൽ മതി. ഇത്രയും വലുപ്പത്തിൻ്റെ ആവശ്യമില്ല. ഇത് അത്യാവശ്യം കണ്ടോ നല്ല വലുപ്പമുള്ളതാണ്, നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ഇത്രയും വലുപ്പത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഞാനിത് ഒട്ടും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇനി ഇതൊരു പാക്കറ്റും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതൊട്ടും യൂസ് ചെയ്യാത്തൊരു സംഭവമാണ്. അതിന് പകരം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ നമ്മുടെ സ്നഗ്ഗി ടൈപ്പിലായിട്ടുള്ള ഈ ഒരു ഇതാണ് കേട്ടോ, പാഡാണ് ഇത്. ലൈഫ് കെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പാഡാണ് കേട്ടോ. ഇത് എക്സൽ സൈസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പാൻറ്റീസിൻ്റെ പോലെ തന്നെയാണ്, നമ്മുടെ സ്നഗ്ഗി ഉണ്ടല്ലോ ബേബീസിൻ്റെ സ്നഗ്ഗി പോലെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നല്ല കംഫർട്ടാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ CS ആണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവമായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് കേട്ടോ. കാരണം നമുക്ക് വയറിൻ്റെ മേലെ സ്റ്റിച്ചിൻ്റെ അവിടെ നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങോട്ട് കയറി നിൽക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. ഞാൻ പാൻറ്റീസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു സംഭവം മാത്രമാണ് ഞാനൊരു 5 days വരെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടി വരാം. ഇങ്ങനത്തെ പാഡൊന്നുമല്ല, അതായത് മെറ്റർണിറ്റി പാഡ് കയ്യിൽ വെക്കാം, വിസ്പറിൻ്റെ ഏതെങ്കിലും. ഇത്ര നമ്മൾ നോർമൽ മെറ്റർണിറ്റി പാഡ് ചൂസ് ചെയ്യണം എന്നില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ വെക്കുന്ന ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് CS ഒക്കെ ആണെങ്കിൽ, CS അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിലും നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവുമല്ലോ, അപ്പോഴും ഇവരെ എടുക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പം ഇത് എന്തായാലും ഒന്ന് വാങ്ങിച്ച് വെച്ചോളൂ. ലൈഫ് കെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ കുറേ ഇങ്ങനത്തെ ബ്രാൻഡീസ് അവൈലബിൾ ആണ്, അതായത് സ്നഗ്ഗി ടൈപ്പ് പാഡ്. അപ്പോൾ അത് നിങ്ങളൊന്ന് വാങ്ങിച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതെനിക്ക് മെയിനായിട്ട് ഉപകാരപ്പെട്ടതാണ്. പിന്നെ ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്തൊരു സംഭവം ഇതാണ് കേട്ടോ, നമ്മുടെ ഡിസ്പോസിബിൾ ഇന്നർ വിയർ. ഇത് ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം CS ആയതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പാഡ് വെച്ചിട്ട്, അതായത് ആ പാഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ മറ്റേ സ്നഗ്ഗി ടൈപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊട്ടും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പോസിബിൾ ഇന്നർ വിയർ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാത്ത, ഹോസ്പിറ്റൽ ബാഗിൽ കൊണ്ടുപോയി ഞാൻ ഒട്ടും ഉപയോഗിക്കാത്ത ഒരു സംഭവമാണ് കേട്ടോ. അത് കേട്ടോ, ബോക്സ് പോലും തുറന്നിട്ടില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് എനിക്കൊട്ടും യൂസ്ഫുൾ ആവാത്തൊരു സംഭവമാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കാതിരുന്നത് നമ്മുടെ ബ്രസ്റ്റ് പാഡാണ് കേട്ടോ. ഇത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് മിൽക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ലീക്കിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാതിരുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കൂടുതലായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക്, ചിലർക്ക് ലീക്കിങ് ഉണ്ടാവുമല്ലോ ബ്രസ്റ്റ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. എനിക്ക് ഈ ഒരു ബ്രസ്റ്റ് പാഡ് യൂസ്ഫുൾ ആയിട്ടില്ല കേട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് ഒന്ന്. പിന്നെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ടവല്, നമ്മുടെ തല തുറക്കാനും കുളിക്കുമ്പോഴൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യമാണ് നമ്മുടെ ടവല്. അപ്പോൾ അത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതൊരു 2 എണ്ണം എടുക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. കാരണം കുളിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് തലയിലൊക്കെ കെട്ടി വെച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം തല തുറത്തിയാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. കുറേ നേരം ബാത്റൂമിൽ നിൽക്കാൻ പറ്റില്ല. നമുക്ക് CS ആണെങ്കിലും മറ്റേതാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ, നോർമൽ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടവല് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ടവല് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് ഒട്ടും യൂസ്ഫുൾ ആയില്ല എന്ന് തോന്നിയൊരു സംഭവമാണ് ഈ ഒരു പാൻറ്റീസ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നീരുണ്ടാവും, അനസ്തേഷ്യ തന്നതുകൊണ്ട് നീരുണ്ടാവും. പിന്നെ നമ്മുടെ നോർമൽ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് വലിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈസിയാണ് ഇത് യൂസ് ചെയ്യാമെന്നാണ്. പക്ഷേ എനിക്കിത് ഒട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. നീരൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നാമത് എന്താ പറയുക, നമുക്ക് അങ്ങോട്ട് കയറ്റി ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പാൻറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാം ഡെലിവറിക്ക് ശേഷം യൂസ് ചെയ്യാനായിട്ട് വീട്ടിൽ. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ കൊണ്ടുപോയിൽ എനിക്ക് ഈ ഒരു സംഭവം ഒട്ടും യൂസ്ഫുൾ ആയില്ല കേട്ടോ. ഞാൻ മറ്റേ സ്നഗ്ഗി മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒട്ടും യൂസ്ഫുൾ ആവാത്തൊരു സംഭവമാണ്. പിന്നെ
പിന്നെ ഞാൻ ഇപ്പം നമ്മുടെ വീടൊക്കെ അടുത്തൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതും കവറും പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫീഡിങ് ഗൗൺ ഉണ്ട്, അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ട് ഉണ്ട്, ഫീഡിങ് ബ്രാ ഉണ്ട്, അതുപോലെ ഒരു പാൻറ്റീസ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പം ഞാൻ നോർമൽ നമ്മുടെ നൈറ്റി ഇട്ടിട്ട് തന്നെയാണ് വന്നത്. നമ്മൾ വണ്ടിയിലല്ലേ വരുന്നത്, അപ്പോൾ വീടും അടുത്തായതുകൊണ്ട് നൈറ്റി ഇട്ടിട്ട് തന്നെയാണ് വന്നത്. അപ്പം ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് സോപ്പ് കേട്ടോ. സോപ്പ് ഞാൻ ഉപയോഗിച്ച സോപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ആവശ്യമാണ്. പിന്നെ വി വാഷ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അവിടെ ചെന്നാലും യൂസ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ എനിക്കിങ്ങനെ എന്താ പറയുക, വേദന കൊണ്ട് എനിക്കിത് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് തോന്നിയില്ല എന്ന് പറയുന്നതാണ് സത്യം. നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളം വെച്ചിട്ട് കഴുകുകയൊക്കെയാണ് ചെയ്തത്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല കേട്ടോ, ഈ ഒരു വി വാഷ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കയ്യിൽ വെക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യാതിരുന്ന സംഭവം അണ്ടർ സ്കേർട്ടാണ് കേട്ടോ. അതാ ഇത് 2 എണ്ണമാണ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 2 എണ്ണം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് സീരിയസ് ആയതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പം ഇത് 2 എണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ആവശ്യം വന്നതും ആവശ്യം വരാത്തതുമായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ എൻ്റെ കാര്യത്തിൽ. ഇനി ഞാൻ നെക്സ്റ്റ് നമ്മുടെ ബേബിക്ക് എന്തൊക്കെയാണ് ആവശ്യം വന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ ബേബിക്ക് ആവശ്യം വന്നത് നമ്മുടെ കുഞ്ഞുടുപ്പുകൾ ആവശ്യം വന്നിട്ടുണ്ട്. കാരണം അവര് 2 എണ്ണം ബേബിക്ക് കൂടുതലും അവിടുന്ന് സാധനങ്ങൾ തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NICU-ലായതുകൊണ്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മാറ്റുമ്പോൾ തന്നെ. അപ്പം അതിൽ 2 എന്താ പറയുക കുഞ്ഞുടുപ്പുണ്ടായിരുന്നു. അപ്പം അത് ആവശ്യമാണ്. 5 ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ ആയതുകൊണ്ട് നമ്മൾ ഒരു 3-4 കൂടി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതെന്തായാലും യൂസ്ഫുൾ ആയി. പിന്നെ ഞാൻ ബേബിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഡയപ്പേഴ്സ് ആണ് കേട്ടോ, നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആണ്. അപ്പം അതുകൊണ്ട് അതും എന്തായാലും യൂസ്ഫുൾ ആയി കേട്ടോ. അപ്പം അത് കബോർഡിൽ വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പോസിബിൾ ഡയപ്പർ എന്തായാലും ഒന്ന് കയ്യിൽ വെക്കുക. ഒരു ചെറിയ പാക്കറ്റ് കയ്യിൽ വെച്ചാൽ മതി. മോന് എങ്ങനെ ഉണ്ടായിച്ചാൽ അവിടുന്ന് തന്നു, പിന്നെ നമ്മളും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ യൂസ് ചെയ്യാനായിട്ട് പറ്റി. കാരണം എപ്പോഴും ഇങ്ങനെ മൂത്രമൊഴിക്കുക അപ്പിടുക എന്നൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കൂടുതലും വേണ്ടി വരും നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും യൂസ്ഫുൾ ആയി കേട്ടോ. പിന്നെ യൂസ്ഫുൾ ആവാതിരുന്നത് ഈ ഒരു ക്ലോത്ത് ഡയപ്പറാണ്. കാരണം എന്താ പറയുക, ചെറിയ ആളായതുകൊണ്ട് നമുക്ക് ഇത് അങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല, ലൂസ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇനി മുന്നോട്ടേക്ക് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് വലുപ്പം വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തില്ല കേട്ടോ. പിന്നെ യൂസ്ഫുൾ ആയിട്ട് വന്നത് നമ്മുടെ മിറ്റൻസ് യൂസ്ഫുൾ ആയിട്ട് വന്നു. കാരണം എന്താ വെച്ചാൽ കയ്യിൽ നഖം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ തന്നെയായിരുന്നു ഏത് സമയം ആള്. അപ്പം ഞാൻ മിറ്റൻസ് കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു 2 പെയർ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ, മിറ്റൻസ്. പിന്നെ ക്യാപ്പ് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു സ്വാഡിൽ റാപ്പ്, നമുക്ക് പൊതിയാനുള്ള റാപ്പ് ഉണ്ടല്ലോ, അതൊരു 4-5 എണ്ണം കയ്യിൽ വെക്കുകയായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം ഞാൻ 2 എണ്ണം മാത്രമേ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതെനിക്ക് പോരായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും മൂത്രം വയ്ക്കുമ്പോഴും അപ്പിടുമ്പോഴും ഒക്കെ ഇങ്ങനെ അതിലാവുമ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് ഒരു 4-5 കയ്യിൽ വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഒരു 4-5 സ്വാഡൽ റാപ്പ് നമുക്ക് കയ്യിൽ വെക്കാം. പിന്നെ ക്യാപ്പ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ടർക്കി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ബേബീനെ ഡെലിവറി കഴിഞ്ഞിട്ട് തരുമ്പോൾ ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് നല്ല ക്യൂട്ടായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടർക്കി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഉപയോഗിക്കാതിരുന്നത് നമ്മുടെ ഈ തുണിയുടെ ക്ലോത്ത് ഉണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഡയപ്പറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്ത് ആവശ്യമായിട്ട് വന്നില്ല. പിന്നെ നമ്മുടെ ക്ലോത്ത് ഡയപ്പറിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ട് പീസ് തുണികളാണ്. അപ്പോൾ അതും നമുക്ക് ആവശ്യമായിട്ട് വന്നില്ല കേട്ടോ. പിന്നെ ആവശ്യം വരാതിരുന്നത് ഈ ഒരു ടർക്കിയാണ്, അതായത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ബേബിയെ കുളിപ്പിക്കേണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതും ആവശ്യം വന്നിട്ടില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാലല്ലേ നമുക്കിതൊക്കെ ആവശ്യം വരുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യാതിരുന്ന സംഭവമാണ് ഇത്, നമ്മുടെ എന്താ പറയുക ഡ്രൈ ഷീറ്റ്. ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം ഒരു ഡ്രൈ ഷീറ്റ് നമുക്ക് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അപ്പോൾ ബേബിക്ക് ഇത്രയും കാര്യങ്ങളാണ് യൂസ് ആയിട്ടുള്ളതും യൂസ്ഫുൾ ആവാത്തത് കേട്ടോ. മെയിനായിട്ട് നമുക്ക് കയ്യിൽ വെക്കേണ്ടത് ബേബിക്ക് സ്നഗ്ഗിയാണ്. അതെന്തായാലും കുറേ നമുക്ക് വേണ്ടി വരും. പിന്നെ വേണ്ടത് മിറ്റൻസ്, പിന്നെ സ്വാഡൽ റാപ്പ്, ഇതൊരു 4 കയ്യിൽ വെക്കാം. ഇതാണ് ബേബിക്ക് മെയിൻ ആയിട്ടും വേണ്ടത്. പിന്നെ കുഞ്ഞു കുഞ്ഞു തുണികളുണ്ടല്ലോ, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള തുണികൾ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പാല് കുടിക്കുമ്പോൾ ഇവിടെയൊക്കെ ആയിക്കഴിഞ്ഞാലോ അങ്ങനെയൊക്കെ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ബേബീനെ തുടച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള തുണികൾ കയ്യിൽ വെക്കാം. പിന്നെന്താ വേണ്ടത്? പിന്നെ മെയിനായിട്ട് വേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത്രയാണ് ബേബിക്ക് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്തത് ഹോസ്പിറ്റൽ ബാഗിൽ കൊണ്ടുപോയതിൽ. വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ അവിടെ തന്നെ തരാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ഹോസ്പിറ്റൽ ബാഗിൽ കൊണ്ടുപോയതിൽ യൂസ്ഫുൾ ആയതും യൂസ്ഫുൾ ആവാത്തതും കേട്ടോ. അപ്പൊ ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു നോക്കുക. കാരണം നമ്മൾ കുറേ സാധനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും എന്തായാലും നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ചോദിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ബാക്കി എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ ഞാൻ കൊണ്ടുപോയി ഇത്രയും സാധനങ്ങൾ എനിക്ക് ഉപകാരപ്പെട്ട കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. കാരണം ഇപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കാൻ ഇരിക്കുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഡെലിവറിക്ക് പോയവരൊക്കെ ആണെങ്കിലും, ബേബിക്ക് വേണ്ട സാധനങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് കയ്യിൽ വെച്ചാൽ മതി. കുറേ സാധനങ്ങൾ കൊണ്ടുപോകേണ്ട. പിന്നെ വീടൊക്കെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഡെയിലി ആരെങ്കിലും ഒക്കെ പോയിട്ട് വന്നിട്ട് ഇരിക്കും. അപ്പം അങ്ങനെ നോക്കി എല്ലാം ചെയ്താൽ മതി. അപ്പം എന്താ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബേബിയുടെ ഫേസ് റിവീലിങ്ങും എല്ലാം നമ്മുടെ 28 സെറിമണിയുടെ ആ സമയത്താണ്, 28ന്റെ അന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം കുറച്ചും കൂടി ഒന്നായാലല്ലേ നമ്മുടെ ബേബിയെ കാണാനായിട്ടുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫേസും അതുപോലെ തന്നെ നമ്മുടെ നെയിമൊക്കെ നമ്മുടെ 28th ഡേ നമ്മൾ റിവീൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇത്രയും ഡിലേ ആക്കുന്നതിൽ ക്ഷമിക്കുക കേട്ടോ. കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ അതിന് മുന്നേ എനിക്ക് എന്തൊക്കെയാണ് ഡെലിവറിക്ക് ശേഷം യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളും എന്തൊക്കെയാണ് അങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. ഇതുപോലെ ഇങ്ങനെ ഉറങ്ങുമൊക്കെ ആണെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പ്രശ്നമില്ല. പിന്നെ ആളങ്ങനെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കാത്ത ആളാണ് ഇതുവരെ കേട്ടോ. അങ്ങനെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുക, അങ്ങനെ നമുക്ക് കയ്യിൽ കുറച്ച് നേരം എടുത്തോണ്ടിരുന്നാൽ മതി. അങ്ങനെ നിലത്ത് അതായത് കിടക്കാൻ വേണ്ടിയിട്ട് അധികം ഇഷ്ടമല്ല കേട്ടോ വെറുതെ. അപ്പൊ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ ഉറങ്ങുകയൊക്കെ ആണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ശല്യമൊന്നും ഉണ്ടാക്കുന്ന ആളല്ല, പാവം പിടിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു. എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാം കേട്ടോ. എന്തായാലും കുറെ കണ്ടന്റ് എന്റെ മനസ്സിലുണ്ട്. കാരണം ഈ ഒരു ടൈമിൽ എന്തൊക്കെ കുറെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് കണ്ടന്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും ഞാൻ അതൊക്കെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ എന്നും പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോസ് പിന്നെയും ഇടാനായിട്ടുള്ള ഒരു എന്താ പറയുക മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കുറേ പേര് കമൻസ് നമുക്ക് നമ്മുടെ വിഷസും അതുപോലെ തന്നെ പ്രേയേഴ്സൊക്കെ ഇതാക്കിയിട്ട് കുറേ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പറ്റണ പോലെയൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിപ്ലൈ തരാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ പറയാണ്, എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അതുപോലെ ബ്ലെസ്സിങ്സിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ തുടർന്ന് നിങ്ങളുടെ ബ്ലെസ്സിങ്സും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെന്താ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ പറയാ, ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care. Bye bye. See you.